നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് ജനസമ്പർക്ക പരിപാടി വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിലായി പലയിടങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സുരേഷ് ഗോപി കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൊടുപുഴ ജില്ലാ ആശുപത്രി സന്ദർശിച്ചു. മൂലമറ്റത്ത് കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിന് ശേഷമായിരുന്നു മന്ത്രി ആശുപത്രി സന്ദർശിച്ചത്. ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് കലുങ്ക് സംവാദത്തിനിടെ നിരവധി ആളുകൾ പരാതിപ്പെട്ട സാഹചര്യത്തിലായിരുന്നു തൊടുപുഴ ജില്ലാ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചത്. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകാത്തതിൽ ആശുപത്രി അധികൃതരിൽ നിന്ന് മന്ത്രി വിവരങ്ങൾ തേടി. ആശുപത്രി വികസനത്തിന് ഇടപെടൽ ഉറപ്പ് നൽകിയാണ് മന്ത്രി മടങ്ങിയത്. എൻ ഹരി ഉൾപ്പെടെ BJP നേതാക്കൾ കേന്ദ്ര സഹമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമം മൂലമറ്റത്ത് ആവേശമായി മാറിയിരുന്നു. ഇന്നലെ രാവിലെ 7:50 മൂലമറ്റത്തെത്തിയ സുരേഷ് ഗോപി ആദ്യം മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷമാണ് സംവാദത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് എത്തിയത്. രാവിലെ മുതൽ തന്നെ സുരേഷ് ഗോപിയെ കാത്ത് നിരവധി പേരാണ് സ്ഥലത്തെത്തിയിരുന്നത്. സുരേഷ് ഗോപി എത്തിയതോടെ പ്രദേശം ജനങ്ങളാൽ നിറഞ്ഞു. മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിന്റെ ചുവട്ടിലായിരുന്നു സംവാദ പരിപാടി. സംവാദ പരിപാടിക്ക് എത്തിച്ചേർന്ന ഊരുമൂപ്പന്മാരെയും ഗോത്ര വിഭാഗ നേതാക്കളെയും സമുദായ സംഘടനാ നേതാക്കളെയും സുരേഷ് ഗോപി ആദരിച്ചു. കോവിൽമല രാജമന്നാനും സംവാദ പരിപാടിയിൽ എത്തിയിരുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചാണ് കൂടുതൽ പേരും സംവാദ പരിപാടിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. ജനങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേന്ദ്ര സഹമന്ത്രി കേട്ടു. അതേസമയം ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നതിനാൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട വികസന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടാനുള്ള പരിമിതിയെക്കുറിച്ച് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു. സുരേഷ് ഗോപിക്ക് നൽകാനുള്ള നിവേദനങ്ങൾ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് വഴിയാണ് സ്വീകരിച്ചത്. BJP സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ വലിയൊരു ജനാവലിയാണ് അദ്ദേഹത്തിന്റെ പരിപാടിക്കായി എത്തിച്ചേർന്നത്. തൊടുപുഴ ജില്ലാ ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് കലുങ്ക് സംവാദത്തിന് നിരവധി ആളുകളാണ് കേന്ദ്ര സഹമന്ത്രിയോട് പരാതി പറഞ്ഞത്. പരാതികൾ ശ്രദ്ധിച്ച കേന്ദ്രമന്ത്രി ആശുപത്രി സന്ദർശിച്ച ശേഷമേ മടങ്ങുമെന്ന് മറുപടി പറഞ്ഞിരുന്നു. ഇതിനുശേഷമായിരുന്നു കേന്ദ്ര സഹമന്ത്രി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകാത്തത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരിൽ നിന്നും കേന്ദ്രമന്ത്രി വിവരങ്ങൾ ശേഖരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PN അജി ഉൾപ്പെടെയുള്ള അധികൃതർ കേന്ദ്രമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി. നിത്യേന നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ചും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഫയർ NOC കിട്ടാത്തത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു. ആശുപത്രിയുടെ വികസനത്തിന് ഇടപെടൽ ഉറപ്പ് നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. എന്തായാലും നമുക്കറിയാം ആരോഗ്യവകുപ്പ് ആരുടെ കീഴിലാണെന്നത്. കേരളത്തിലെ വീണ ജോർജിന്റെ കീഴിലാണ് ആരോഗ്യവകുപ്പ് വരുന്നത്. തൊടുപുഴ ജില്ലാ ആശുപത്രിയിലാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ജനങ്ങളുടെ പരാതി കാരണം അവിടേക്ക് എത്തിയതും വിവരങ്ങൾ ആരാഞ്ഞറിഞ്ഞതും. തീർച്ചയായിട്ടും കേന്ദ്ര സഹമന്ത്രിയുടെ ഈ ഒരു ഇടപെടൽ വീണ ജോർജിനേറ്റ ഒരു പ്രഹരമായി മാറിയിരിക്കുകയാണ്. ജില്ലാ ആശുപത്രിയെക്കുറിച്ച് ജനങ്ങൾ പരാതി പറയുന്നു. അവിടെ കേന്ദ്ര സഹമന്ത്രി എത്തുന്നു. വീണ ജോർജിന് അതൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതേസമയം എയിംസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പുകയുകയാണ്. എയിംസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. തൃശ്ശൂരിൽ എയിംസ് എന്ന വാഗ്ദാനമേ നൽകിയിട്ടില്ല. തൃശ്ശൂരിലെ പ്രചാരണ ഘട്ടത്തിൽ താൻ എന്തൊക്കെ പറഞ്ഞോ അതാണ് താൻ ഇപ്പോഴും ചെയ്യുന്നത്. തൃശ്ശൂരിലെ മറ്റ് MPമാരെക്കാൾ വികസനം നടപ്പിലാക്കും. K കരുണാകരനെയും O രാജഗോപാലിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിനായി പ്രവർത്തിച്ചിട്ടില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണവും കൂടി സുരേഷ് ഗോപി നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല കള്ളവോട്ടുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പരാമർശം നടത്തിയിരിക്കുന്നു. ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് തന്നെ വിമർശിക്കുന്നതെന്ന് കള്ളവോട്ട് ആരോപണത്തെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞു. 25 വർഷം മുമ്പ് മരിച്ചവരെ കൊണ്ടുപോലും വോട്ട് ചെയ്യിപ്പിച്ചവരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചത്. പൂരം കലക്കി, ഗോപി ആശാനെ കലക്കി, RLVയെ കലക്കി എന്നൊക്കെ തന്നെ കുറ്റം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കിയെന്ന് കുറ്റപ്പെടുത്തി എന്നതടക്കമുള്ള വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എയിംസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് എയിംസ് തൃശ്ശൂർ അർഹതപ്പെട്ടതെന്ന് ആണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയത് കൊണ്ട് കാര്യമില്ല. സംസ്ഥാനത്തിന് മുഴുവൻ ഗുണം കിട്ടണമെങ്കിൽ എയിംസ് തൃശ്ശൂരിൽ വരണം. 2015 മുതലുള്ള തൻ്റെ നിലപാട് ഇതാണെന്നും എയിംസ് ആലപ്പുഴയ്ക്കില്ലെങ്കിൽ തമിഴ്നാടിന് താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം മൂലമറ്റത്ത് പറഞ്ഞു. ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കുന്നില്ലെങ്കിൽ തൃശ്ശൂരിന്റെ MP എന്ന നിലയിൽ അതെവിടെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടാൻ തനിക്ക് അവകാശമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എയിംസ് സ്ഥാപിക്കുന്നതിലെ നിലപാട് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് താൻ നേരത്തെ സ്വീകരിച്ച നിലപാടിന്റെ ആവർത്തനം മാത്രമാണ് ഇപ്പോഴത്തെ അഭിപ്രായമെന്നും ആരെയും എതിർക്കാൻ വേണ്ടിയല്ല
തന്റെ ഈ വാക്കുകളെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിൽ നിന്ന് ജയിച്ചതുകൊണ്ട് എയിംസ് അങ്ങോട്ട് പോകണമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അത്തരത്തിലൊരു വാഗ്ദാനവും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ എയിംസ് സ്ഥാപിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ കഴിയില്ലെന്നും തൃശൂർ MP പറഞ്ഞു. ഇത് മുഴുവൻ സംസ്ഥാനത്തിനും പ്രയോജനകരമാകുന്ന രീതിയിൽ സ്ഥാപിക്കുന്ന പ്രദേശത്തിന്റെ വികസനത്തിന് സഹായകമാകുന്ന വിധത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസ് ആലപ്പുഴയിൽ വരുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് താൻ പറഞ്ഞെന്ന ആരോപണം അദ്ദേഹം തള്ളിയിരിക്കുകയാണ്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് എവിടെയെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൃശൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ തൃശൂരിൽ ഭൂമി ലഭ്യമല്ലെന്നും കേരളത്തിൽ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കുമെന്നുമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചത്. അങ്ങനെ അവർ അത്ര നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് നൽകണമെന്ന് താൻ പറഞ്ഞു. എന്നാൽ ഇത് മനഃപൂർവ്വം വളച്ചൊടിച്ച് ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കുന്നില്ലെങ്കിൽ അത് തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് താൻ ആവശ്യപ്പെട്ടു എന്ന കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. എന്തായാലും ഇത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രതികരണം കൂടി ശ്രദ്ധേയമായിരുന്നു. തർക്കങ്ങളുടെ പേരിൽ കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് അനുവദിക്കാതിരിക്കരുതെന്ന് വീണ ജോർജും പ്രതികരിച്ചിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെ നീളുന്ന ആവശ്യമാണ് കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നുള്ളത്. പല സംസ്ഥാനങ്ങൾക്ക് 2 എയിംസ് നൽകിയിട്ടുണ്ട്. കേരളത്തെ മാത്രം മാറ്റി നിർത്തരുത്. BJP കലഹങ്ങൾ കാരണം എയിംസ് എന്നുള്ള കേരളത്തിന്റെ ആവശ്യം മാറ്റിവെക്കപ്പെടാൻ പാടില്ല എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിന്റെ ആവശ്യം ഉന്നയിച്ചതാണ്. ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് അന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന മൻസുഖ് മാണ്ഡവ്യയെ കണ്ട് വീണ്ടും സംസാരിച്ചു. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയോടും ആവശ്യം ഉന്നയിച്ചു. രണ്ടുപേരും വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത്. എന്തായാലും എയിംസിന്റെ പേരിലുള്ള വാഗ്വാദങ്ങളൊക്കെ തുടരുകയാണ്. വാഗ്വാദങ്ങളും വിവാദങ്ങളും ഒക്കെ മറികടന്ന് എയിംസ് ഏത് ജില്ലയിലേക്ക് വരുമെന്ന ചോദ്യമാണ് കേരള ജനത ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.